നമ്മൾ ആത്മീയ പക്വതയിലേക്ക് വരണമെങ്കിൽ 7 കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ വാക്കുകൾ. നമ്മുടെ ആത്മീയമായ പക്വത നമ്മൾ വെളിപ്പെടുത്തുന്നത് നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലൂടെയാണ്. വാക്കുകൾ വളരെ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിക്കണം. വാക്കുകളെ നമ്മൾ നിയന്ത്രിക്കുവാൻ നമ്മൾ പഠിക്കണം. നമ്മളിൽ നിന്നും തിന്മയുടെ വാക്കുകളോ അശ്രദ്ധയോടുകൂടിയ വാക്കുകളോ വന്നാൽ നമ്മുടെ ആത്മീയത നഷ്ടപ്പെട്ടു പോകും. വാക്കുകളെ നമ്മൾ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യമാണ് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ നമ്മൾ പഠിക്കണം. യാക്കോബ് പറഞ്ഞിരിക്കുന്നു, നാവിനെ ഒരു മനുഷ്യനും നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ അവയവങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഈ നാവിനെ നമ്മൾ കടിഞ്ഞാടിടാൻ പഠിച്ചാൽ, നാവിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തെ മുഴുവനും അവന് നിയന്ത്രിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾക്ക് ജീവിതത്തെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയും. കർത്താവ് പറഞ്ഞു, പുറത്തുനിന്നും അകത്തേക്ക് പോകുന്ന കാര്യങ്ങളല്ല ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അവൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് വരുന്നതാണ്. അതായത് ഹൃദയം എന്താണോ നിരൂപിക്കുന്നത്, ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ് വായിലൂടെ പുറത്തേക്ക് വരുന്നത്. അത് പലപ്പോഴും മനുഷ്യനെ അശുദ്ധനായിട്ട് മാറ്റും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയും. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഏത് നിസ്സാര വാക്കിനും ഒരു ദിവസം നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പലരും പറയാറുണ്ട്, നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? സങ്കീർത്തനം 19:14 ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം? സങ്കീർത്തനം 19:14, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഓരോ ദിവസവും നമ്മൾ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഈ ഒരു പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. കർത്താവേ, ഇന്ന് ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ അങ്ങേക്ക് ഇഷ്ടമുള്ള വാക്കുകൾ മാത്രമേ ഞാൻ സംസാരിക്കാവൂ. അങ്ങേക്ക് ഹിതകരമായിട്ടുള്ള ചിന്തകൾ മാത്രമേ എൻ്റെ മനസ്സിൽ വരാവൂ. നമ്മുടെ വായിലെ വാക്കുകൾ ദൈവത്തിന് ഇഷ്ടമുള്ള വാക്കുകളായിട്ട് മാറട്ടെ. അങ്ങനെ നമുക്ക് ആത്മീയമായ പക്വതയിലേക്ക് നീങ്ങി സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് മാറാം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, എൻ്റെ വായിലെ വാക്കുകൾ അങ്ങേക്ക് ഇഷ്ടമുള്ള വാക്കുകളായിട്ട് മാറട്ടെ. അപ്പ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ ഞാൻ പലപ്പോഴും പറഞ്ഞുപോയി, എന്നാൽ എന്നോട് ക്ഷമിച്ച് കർത്താവേ, എൻ്റെ വായിലെ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം എല്ലാം അങ്ങേക്ക് ഇഷ്ടകരമായ രീതിയിൽ മാറട്ടെ. അപ്പ, അതിനായിട്ട് എൻ്റെ ജീവിതത്തെ അങ്ങ് ക്രമീകരിക്കണമേ. അപ്പ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.